ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നിങ്ങൾ പറഞ്ഞ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെൽറ്റ് ചെയ്യുന്നൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു ഡ്രൈ ആയിട്ടൊരു ബൗളിങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങനെ തന്നെ ടച്ച് ചെയ്യാണ്ടിരിക്കുക. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്ത് ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലൊരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് കോമ്പൗണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതെന്നിട്ട് കുറച്ച് മതി കേട്ടോ, അധികമൊന്നും ഒഴിക്കേണ്ട. അപ്പം നമുക്ക് ചോക്ലേറ്റ് സിഗരറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം കുറച്ച് വെച്ചിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. മാക്സിമം നൈസായിട്ട് വേണം, ഒത്തിരി തിക്കാകരുത്. നമുക്ക് ചോക്ലേറ്റ് സിഗരറ്റ് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി തിക്കായിട്ട് ആയാൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ എത്രയോ നൈസാക്കോ അത്രയോ നൈസാക്കുക. അപ്പം ഇതുപോലെ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് നൈസാക്കി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ഈവനായി പരത്തിയ ശേഷം നമുക്കിനി ഒരു സിക്സാക് ഷേപ്പിലൊരു സ്ക്രാപ്പർ യൂസ് ചെയ്ത് അവിടുത്തെ ഒരു ലൈൻ ഇട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഇത് ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യുക. ഒരു 5 മിനിറ്റ് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റാവും. അവിടെ ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട്, കയ്യിലൊന്നും പറ്റി പിടിക്കുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊന്നും അധികം ചൂടൊന്നും പാടില്ല കേട്ടോ. ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കിട്ടും. നിങ്ങൾ ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് കട്ട പിടിച്ച് പോകുകയാണെന്നുണ്ട് ഇതുപോലെ വീണ്ടും ചോക്ലേറ്റ് മറ്റേ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ച് ഒന്നുകൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതും നമുക്ക് ആ സ്ക്രാപ്പ് ഇതുപോലെ പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ഇതുപോലെ തന്നെ മാക്സിമം തിന്നാക്കി വേണം, ഒത്തിരി തിക്കിൽ ആ ചോക്ലേറ്റും വേണ്ട കേട്ടോ. അപ്പോൾ കുറേ നേരം ആ സ്ക്രാപ്പറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സമയത്ത് നല്ല തിന്നായിട്ട് തന്നെ കിട്ടും. മാക്സിമം അതിൽ നിന്ന് വടിച്ച് മാറ്റാൻ പറ്റുമെങ്കിൽ വടിച്ച് മാറ്റുക. അപ്പം നല്ല ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് സെറ്റ് ആകുന്നുണ്ട്. ഇതുപോലെ പാലറ്റ് നൈഫ് യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പം മാക്സിമം ഇതുപോലൊന്ന് ആ പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം കണ്ടിപ്പോൾ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് പറ്റുന്നത്ര ഒന്ന് വല്ല സ്ക്രാപ്പറോ ഇതുപോലെ തന്നെ യൂസ് ചെയ്ത് മാക്സിമം ഒന്ന് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന ചോക്ലേറ്റൊക്കെ ഇതുപോലെ ആ സ്റ്റീലിൻ്റെ സ്ക്രാപ്പറാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് ആ സൈഡിലെല്ലാം ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒന്ന് സെറ്റാണ് കേട്ടോ. അതായത് നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെ തൊട്ടലൊന്നും പറ്റി പിടിക്കാത്ത ഒരു ഇതാകണം. അതായത് നല്ല ഫുൾ സെറ്റാകാനും പറ്റില്ല, എന്നാൽ സെറ്റാകാതിരിക്കുക ഒരു ഇതാണ് വേണ്ടത്. അപ്പം നമുക്ക് ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഞാൻ ട്രൈ ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വീണ്ടും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്ന് ട്രൈ ചെയ്തപ്പം ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റീൽ
ഇതുപോലെ ഗ്രാനൈറ്റിൻ്റെ പീസൊക്കെ സ്ക്വയറായിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് പോലെ ആ ചുവരില്ല അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാരി വെച്ചിട്ട് ഒന്ന് മുട്ടിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇനിയിപ്പോൾ ഞാനൊരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5 രൂപ കേട്ടോ. നമ്മുടെ കേക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ ഇല്ലെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പർ ആണെങ്കിലും മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതുപോലെ പൈപ്പ് ബാഗിലാക്കിയിട്ട് ഇതുപോലൊരു ചുമ്മാ അവിടെ ഇവിടെ ആക്കിയിട്ട് ഇതൊരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സെറ്റായതിന് ശേഷം ഒന്ന് സെറ്റാണ് കേട്ടോ. ആ സെറ്റായ ശേഷം വേണം അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് അത്യാവശ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു നമ്മൾ അതായത് കട്ടർ യൂസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത്യാവശ്യം ഒരു തിക്നെസ് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് സെറ്റായ ശേഷം നമുക്കിതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു തിക്നെസ് വേണം ഇതിന്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നമുക്ക് അത്യാവശ്യം എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആക്ച്വലി ഞാൻ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഏകദേശം തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളത് മൊത്തത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഞാൻ നോക്കിച്ചെടുത്താൽ കേട്ടോ. ഇന്നാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഒരു 3-4 ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചെയ്തത്. കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഇതൊന്ന് ചെയ്യാവും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഇന്നങ്ങ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടോ എല്ലാ സൈഡിലും ഒന്ന് ആക്കിയെടുത്ത ശേഷം ഒന്ന് കുറച്ചുകൂടി സെറ്റാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഇവിടെയൊക്കെ വരണം. അവിടെ എല്ലാം ഒന്നാക്കിയതിന് ശേഷം ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു സെമി സെറ്റായതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു കുറച്ച് മേളിലത്തെ ആ ടോപ്പ് ഭാഗം മാത്രം നമ്മളിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ മാത്രം ചെറിയ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. അത്രയും ഭാഗം മാത്രം അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തത്. ഇനി ഇപ്പോൾ അവിടെ നമുക്കൊന്ന് സ്ക്വയറായിട്ടൊന്ന് ഈ കത്തി യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ നമ്മുടെ ഒരു നോസിലെടുത്തിട്ട് ചെറിയൊരു നോസിലോട്ട് എടുത്തേക്കുന്നത് അത് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ആ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഹോൾ ഇടാൻ വേണ്ടി കേട്ടോ. അതുപോലെ ഒന്ന് ഫുള്ളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഞാൻ റൗണ്ട് ഒരു കുക്കി കട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് അപ്പം നമ്മൾ ആദ്യത്തേക്ക് ഇച്ചിരി വൈറ്റ് ചോക്ലേറ്റ് വെച്ച് സെറ്റായിരിക്കില്ല. അപ്പോൾ ഇച്ചിരി കട്ടി കാണും കേട്ടോ ഇറങ്ങിപ്പോകാം കേട്ടോ. അപ്പം നമുക്കിതുപോലെ ഒന്ന് തിരിച്ചൊന്ന് കൊടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്ര ഒരു ഷേപ്പ് ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം സ്ക്വയർ ചെയ്തല്ലോ, ഇപ്പോൾ റൗണ്ടും ചെയ്തു. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റാറിൻ്റെ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ചോക്ലേറ്റ് ഒരു ഫുൾ സെറ്റാൻ പാടില്ല കേട്ടോ. ഒരു സെമി സെറ്റാകുന്ന സമയത്ത് വേണം ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ട് അതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് കിട്ടത്തില്ല, അത് പൊട്ടിപ്പോകും നമ്മളിങ്ങനെ പ്രൊസീജൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഹാർട്ട് ഷേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്ററിലെല്ലാം നോസിൽ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ഹോൾ വരാൻ വേണ്ടി. ഇതെല്ലാം മാർക്ക് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അങ്ങോട്ടൊന്ന് പെട്ടെന്ന് സെറ്റാക്കിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ഇതൊക്കെ ചോക്ലേറ്റൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് എടുത്ത് വെക്കാം. അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും പതുക്കെ എടുക്കാവോ അത്രയും പതുക്കെ തന്നെ എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു കറക്റ്റ് കൈ കിട്ടിയൊരു നോസിലൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ വേറെ കട്ടറൊക്കെ കൊണ്ട് അതിൻ്റെ ആ സെൻറ്ററിൽ വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്തതേ ഉള്ളേ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പതുക്കെ എടുത്ത് അങ്ങോട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് എന്തെങ്കിലും കളറൊക്കെ ആഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൽ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡി കളേഴ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് അതായത് വൈറ്റ് ഗനാഷ് നല്ല കളർ കിട്ടത്തുള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന ജെൽ കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു തരി പോലെ കിടക്കും, അത് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ക്യാൻഡി കളർ ആയിരിക്കും അതുപോലെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തതിൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ.
അപ്പോൾ എൻ്റെ ക്യാൻഡി കളർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ കളറൊന്നും ആഡ് ചെയ്ത് കാണിക്കാൻ. ഇപ്പം നമുക്ക് ആ സെൻറ്ററിലെ ചെറിയ ഇതൊക്കെ നമ്മൾ ആ നോസിൽ യൂസ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ എവിടേക്കെങ്കിലും ഒന്ന് ഡെക്കറേഷൻ പോലെയൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അതപ്പം ഇച്ചിരിയുടെ വലിയ നോസിൽ യൂസ് ചെയ്ത് കട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ എടുത്ത നോസിൽ തീരെ ചെറുതാണ്, ഇത്രയും ചെറിയൊരു വലുപ്പത്തിൽ കിട്ടിയത്. അപ്പം ഞാൻ ഇതിലെടുത്തിട്ട് കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും എടുക്കുന്നില്ല, കറക്റ്റായിട്ട് കിട്ടിയത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഡെക്കറേഷൻ വീഡിയോ. അപ്പം ഇന്നത്തെ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഞാനിനി അടുത്ത എപ്പോഴെങ്കിലും ഒരു സമയം പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആയിട്ട് ഇതുവരെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ഉടനെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനി നാളെ കാണാവേ.